ഒന്ന്, നിയമാനുസൃതമായി നടത്തിയ ഒരു ബിസിനസ്, അതിൻ്റെ ഭാഗമായി അതിൻ്റെ മറ്റു പ്രതിഫലം ബാങ്ക് അക്കൗണ്ട് വഴി വാങ്ങി നികുതി അടച്ചൊരു വിഷയം. ആ വിഷയത്തിൽ ഇതിൻ്റെ ഭാഗമായി വന്ന കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഇടപെടലിനെ അന്ന് തന്നെ അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ വശം പാർട്ടി ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ അന്വേഷണവുമായിട്ട് എല്ലാ നിലയിലുമാണ് ബന്ധപ്പെട്ട സ്ഥാപനത്തിൻ്റെ ഉടമ സഹകരിച്ചതെന്ന് നമുക്കറിയാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. ഞാൻ ചെറിയ പനി കാരണം കുറച്ച് 2 ദിവസമായിട്ട് വീട്ടിൽ മുതിർന്നവരാണല്ലോ, അവർക്ക് പനി വരേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് ഇവിടെ എല്ലായിരുന്നു താമസിച്ചത്. തിരുവനന്തപുരത്തും നിന്ന് കിട്ടിയ പനിയാണ്. അപ്പോൾ അത് കാരണം മുതിർന്ന മാതാപിതാക്കളൊക്കെ അതിൻ്റെ ഭാഗമായി പ്രയാസപ്പെടേണ്ടതെന്നുള്ളത് കൊണ്ട് ഞാൻ കോഴിക്കോട് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചത്. അപ്പോൾ ഇന്ന് രാവിലെ സംഭവം ഉണ്ടായി. ഞാൻ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലുണ്ടായിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായൊക്കെ തന്നെ സംസാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞവർ പോയിരിക്കുകയാണ്. അതിൻ്റെ കടലാസ് നോക്കി വീട്ടിലുള്ളവരോടൊക്കെ സംസാരിച്ചു. മറ്റ് ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടില്ല, പരിശോധനയിൽ നിന്ന് പറഞ്ഞിരിക്കുകയാണ്. സംഭവം നടന്ന സമയത്ത് തന്നെ രാവിലെ ഞാൻ ഇതറിഞ്ഞപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പം ഇവിടെ സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരെ ഇപ്പോൾ പുതിയ കാലത്ത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ദേശീയ അന്വേഷണ ഏജൻസികളെ വെച്ച് വേട്ടയാടുന്നുണ്ട്. അവരോട് ഒരു കാര്യം വളരെ വിനയത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. CPIM പ്രവർത്തിക്കാൻ തീരുമാനിച്ചപ്പോൾ ജനപ്രതിനിധിയാവും, MLA ആവും, മന്ത്രിയാവും, അല്ലെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലാവും എന്നൊന്നും കരുതിയിട്ടല്ല പ്രവർത്തിച്ചത്. പക്ഷെ ഒന്ന് കരുതിയിരുന്നു, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ ഉൾപ്പെടെ നൽകാൻ തയ്യാറാണ്. ആ പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. അതിന് ഏത് തരത്തിലുള്ള ഭീഷണി വന്നാലും ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുമ്പോൾ ജീവൻ പോയാലും തല പോയാലും നിന്ന് പോരാടും എന്ന് കരുതിയിട്ടാണ് ഈ പാർട്ടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ ഓരോ സംഗതികളൊക്കെ കാട്ടി ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്. സംഘപരിവാറും കേന്ദ്ര സർക്കാരും ഉയർത്തുന്ന തെറ്റായ നിലപാടിന് ഇനിയും തുറന്നു കാണിക്കും. അതിന് ED അല്ല, ഇനി അതിലും വലിയ D വന്നാലും ഒരു പ്രയാസമില്ലാതെ നേരിട്ട് മുന്നോട്ട് പോകും. രാഷ്ട്രീയ പ്രവർത്തനം ശക്തമായി തുടരും.